പത്രപ്രവർത്തനത്തെ അഗാധമായി സ്നേഹിച്ചുകൊണ്ട് മൂർച്ചയുള്ള വാക്കുകളോടെ അതിനെ കൈകാര്യം ചെയ്തു TJS. ഒരു പത്രപ്രവർത്തകന് ലഭിക്കാവുന്ന അപൂർവ വിശേഷണമാണിത്. ഫാക്റ്റിനു വേണ്ടി വാശി പിടിക്കുന്ന ഓൾഡ് സ്കൂൾ ജേർണലിസ്റ്റായിരുന്നു TJS എന്ന് എഴുത്തുകാരനും ജേർണലിസം അധ്യാപകനുമായ ആനന്ദ് പ്രധാൻ പറയും. TJSന്റെ പേന ഒരു വാളായിരുന്നു. രാജ്ദീപ് സർദേശായി എഴുതി. ജോർജിന്റെ സിരകളിലൂടെ അച്ചടിമഷി ഒഴുകി. സഹപ്രവർത്തകർ പറയാറുള്ള വാചകം. MP നാരായണപിള്ളയുടെ ആമുഖത്തോടെ വന്ന ഘോഷയാത്ര നമുക്കറിയാവുന്ന മനുഷ്യരുടെ കേൾക്കാത്ത ഉള്ളിനെക്കുറിച്ചുള്ളതായിരുന്നു. താക്കറെയും സുബ്ബലക്ഷ്മിയും ടോം മൊറൈസും CP രാമചന്ദ്രനും ജലബാല വൈദ്യയും കൃഷ്ണമേനോനുമെല്ലാം മനോഹരമായ ആഖ്യാനങ്ങളോടെ വരികളായി ചേർക്കപ്പെട്ടു. പഠനാർത്ഥം മുംബൈയിലേക്ക് വണ്ടി കയറിയ 50കൾ. ഫ്രീ പ്രസ് ജേണലിൽ തുടക്കം. ഇന്ത്യൻ ജേർണലിസത്തിൽ ദക്ഷിണേന്ത്യൻ എഡിറ്റർമാർ രാജാക്കന്മാരായി വിളയാടിയ കാലത്താണ് TJS മികവ് തെളിയിച്ചത്. ഫ്രാങ്ക് മൊറൈസും ചലപതി റാവുവും പോത്തൻ ജോസഫും സദാനന്ദും നിഖിൽ ചക്രവർത്തിയും ശിവറാമും S നടരാജനും MV കാമത്തും എടത്തട്ട നാരായണനും നെഹ്റുവും ജിന്നയും വരെ സുഹൃത്തുക്കളായിരുന്ന മലയാളി പോത്തൻ ജോസഫ് പിന്നീട് പാക് പത്രമായ ഡോണിൻ്റെ ചീഫ് എഡിറ്റർ വരെയായി. അധികായന്മാരുടെ ലോകം. അവിടെ TJSും നിവർന്നു നിന്നു മറ്റൊരു അധികായനായി. TJSന്റെ എഴുത്തുകളുടെ സൂക്ഷ്മതയ്ക്കും മൂർച്ചയ്ക്കും നല്ല വായനക്കാരുണ്ടായി. തൻ്റെ ഡെസ്കിലേക്ക് കാർട്ടൂൺ വരയ്ക്കാൻ വന്നിരുന്നൊരു മെലിഞ്ഞ മനുഷ്യനെപ്പറ്റി ഘോഷയാത്രയിൽ TJS എഴുതി. മുഖത്ത് ഒട്ടും ആത്മവിശ്വാസം തോന്നിപ്പിക്കാത്ത ഒരാൾ. ആ കാർട്ടൂണിസ്റ്റ് പിന്നീട് മഹാരാഷ്ട്രയെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചു. പേര് ബാൽ താക്കറെ. വർഷം ഫ്രീ പ്രസിൽ ഇന്ത്യ മുഴുവൻ കണ്ടു തീർത്ത കാലം. ഒരു ചരക്ക് കപ്പലിൽ മെസ് സൂപ്പർവൈസറായി ലോകസഞ്ചാരം നടത്തി. സർഗാത്മക എടുത്തുചാട്ടങ്ങളുടെ കാലമെന്ന് പറയാം. മുംബൈയിലെ ദീർഘമായ പത്രപ്രവർത്തനത്തിനിടെ പട്നയിലെത്തി. ബിർളയുടെ സെർച്ച് ലൈറ്റ് പത്രത്തിലെ ജോലിക്കാലം. വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്ന സമയം. ബീഹാർ സർക്കാരിനെതിരെ നിരന്തരം എഴുതി. പത്രാധിപരും ലേഖകരും മുഖ്യമന്ത്രിക്ക് മുമ്പിൽ തൊഴുതു നിന്നിരുന്ന ബീഹാർ പാരമ്പര്യം TJS ഗൗനിച്ചില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അനുകൂലിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് രാജ്യദ്രോഹ കുറ്റം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു പത്രാധിപർ ജയിലിൽ. TJSന് വേണ്ടി അന്നിറങ്ങി പ്രതിരോധ മന്ത്രി സാക്ഷാൽ VK കൃഷ്ണമേനോൻ. ഹസാരിബാഗ് ജയിലിൽ നിന്ന് TJSനെ 21 ദിവസത്തിനു ശേഷം കൃഷ്ണമേനോൻ ഇറക്കി. പിന്നീട് ഹോങ്കോങ്ങിലെത്തി. ദക്ഷിണപൂർവേഷ്യൻ രാഷ്ട്രീയം എഴുതി. ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂ പൊളിറ്റിക്കൽ എഡിറ്ററായി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ ക്വാൻ യൂ എന്ന ഏകാധിപതിയെക്കുറിച്ച് എഴുതി നോട്ടപ്പുള്ളിയായി. ഹോങ്കോങ്ങിൽ നിന്ന് ഏഷ്യ വീക്ക് തുടങ്ങി. ശേഷം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായി. പോയിന്റ് ഓഫ് വ്യൂ എഴുതി. പോത്തൻ ജോസഫിനെക്കുറിച്ചും കൃഷ്ണമേനോനെക്കുറിച്ചും സുബ്ബലക്ഷ്മിയെക്കുറിച്ചും നർഗീസിനെക്കുറിച്ചും പുസ്തകം. സുബ്ബലക്ഷ്മിയുടെ കഥയും അടിമുടി നാടകീയമായ ജയലളിതയുടെ ജീവിതവും എഴുതി. വേറിട്ട ഭാഷയിൽ. ഘോഷയാത്ര എന്ന ആത്മകഥാക്കുറിപ്പുകളുടെ സമാഹാരം അനുപമ സുന്ദരമാണ്. ഓച്ചുവിൻ്റെ നാട്ടിൽ എന്ന പുസ്തകവും വായിക്കേണ്ടവ. നാർക്കോപോളിസ്, ദ ബുക്ക് ഓഫ് ചോക്ലേറ്റ് സെയിൻസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ജീത്തയിൽ TJSന്റെ മകനാണ്. ബാബറി മസ്ജിദ് തകർത്ത പ്രതികളെ സുപ്രീം കോടതി വെറുതെ വിട്ട കാലത്ത് മൂർച്ച വിടാതെ ജോർജ് എഴുതി. മസ്ജിദ് സ്വയം തകർന്നു വീണതായിരിക്കാം. കരാറുകാർ ക്വാളിറ്റിയില്ലാത്ത സിമന്റ് വെച്ച് പണിതുകൊണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും ജുഡീഷ്യൽ പക്ഷപാതിത്വത്തെയും വിമർശിച്ചുള്ള ആ വരികളിലുണ്ട് TJS.